ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ ഷിബു കല്ലാർ. ഞങ്ങൾ ചെറിയ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഒരു കപ്പ ഞങ്ങൾ ഇപ്പം പറിച്ചു. അതിൻ്റെ വിശേഷം ഒന്ന് കാണിക്കാം. കാരണം അത് എനിക്കൊന്നൊരു 10-15 കിലോയോളം ഉണ്ടായിരുന്നു ഒരു മൂട് ഞങ്ങൾ പറിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. പിന്നെ ഇനി അടുത്ത ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചക്ക ഇടാൻ പോവാണ്. ഇത് തമിഴ്നാടായതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കാരണം ചക്കയൊക്കെ തമിഴ്നാട്ടിൽ ഈ ചെന്നൈയിലുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് ഒന്ന് സംഭവം ഇട്ട് നോക്കാം. ഇവിടെ ഒന്ന് കറങ്ങുന്നതല്ല, കുമാരാണ്. ഇവിടുത്തെ ഒരു പഴുതാരയോ പാമ്പോ പല്ലിയോ ഒരു സാധനത്തിനെ പറമ്പിൽ കയറ്റത്തില്ല. ചെറിയ പാമ്പിനെ കണ്ടാൽ അപ്പം പിടിക്കുമാർ. അതുകൊണ്ട് ഈ പറമ്പിൽ ഒരു സാധനം പോലും കയറാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ഒരു കപ്പ പറിക്കാൻ വേണ്ടി ഇതുണ്ടോ, വെള്ളം ഒന്ന് കുതിർത്തിട്ടേക്കാണ്. എന്നാലേ ഇത് നമുക്ക് പറിക്കാൻ പറ്റത്തുള്ളൂ. கொம்பு கொஞ்சம் வெட்டிடலாம் பாருங்க. கொம்பு கட் பண்ணிட்டா ஒட்டை கொம்பு ஒட்டை கட் பண்ணிட்டா. கொம்பு வேண்டாம். முட்டையெல்லாம் ஃப்ரீயாக வைக்கலாம். മുട്ട ഉടയുമെന്ന് അറിയില്ല. അതാണ് മുട്ടയെന്നൊക്കെ എൻ്റെ സൈഡ്. ചക്ക പറിക്കാം. ഓക്കെ, ചക്ക പറിക്കാൻ വേണ്ടി ഈ താഴെ കണ്ടിച്ചിട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞങ്ങളൊരു ഏണിയൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഏണി ഇതാണ്. കുറേ ചക്കയുണ്ട്. ഇത് ഇച്ചിരി മുഴുത്ത ചക്കയാണ് സംഭവം. അപ്പോൾ നമ്മൾ പറിച്ചിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ്. അപ്പടി മിതുവാ പിടിക്കണം. അപ്പം നമ്മുടെ ചക്കയുടെ തൂക്കം ഞാനൊന്ന് നോക്കി. ഏകദേശം ഇതുണ്ടോ, 14 കിലോ ഉണ്ട്. 14, 1 കിലോ കുറവാണ്. 15 കിലോ വെച്ച് കുഴപ്പമില്ല, ന്യായമായൊരു തൂക്കമുള്ള ചക്കയാണ്. അപ്പം കൂടുതലും ചുളയുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും തൂക്കം ഈ ചക്കയ്ക്ക് കിട്ടാൻ കാരണം. വേറെ നല്ല മുള്ളൊക്കെ ഇങ്ങനെ കുറേ ഇതായിട്ടുണ്ട്. അപ്പം നല്ല വിളവുണ്ട് എന്ന് വിശ്വസിക്കാം. ഇനി ഇതിനകത്ത് കപ്പ മാത്രമല്ല കേട്ടോ, ഇത് കണ്ടോ, മുട്ട ഞങ്ങളിത് മേടിച്ചതല്ല. ഇത് ഇവിടുത്തെ കോഴികൾ ഇടുന്നതാണ്. മുട്ട ഇത്രയും മുട്ടയുണ്ടായിരുന്നു. ഇതിനകത്ത് ഇത് കൂടുതലായതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് കവറിനകത്തും വെച്ചിട്ടുണ്ട്. ഞാൻ 2 മാങ്ങ പറിക്കാൻ വേണ്ടി വന്നത്. എന്നെക്കാളും മുമ്പേ ഇത് കണ്ടോ, മാങ്ങ